എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജനറൽ നോളജിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം. സോ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്നും സ്ഥിരമായി കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ഏരിയാസ്, ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ, പിന്നെ ആ ഭാഗത്ത് നിന്നും നമുക്ക് വരുന്ന പരീക്ഷകളിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും കാണാൻ പോകുന്നത്. പിന്നെ ഓരോ വീഡിയോയുടെ കീഴിൽ നിങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു രണ്ട് ചോദ്യങ്ങളുണ്ട്, സൈലത്തിന്റെ പുതിയ ബാച്ചുകളെ പറ്റിയും അത് അഫോർഡബിൾ ആണോ എന്നും. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ കാണാൻ പോകുന്നത്. സൈലം RRB പരീക്ഷകൾക്കായിട്ട് ALP ബാച്ച് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ മാസം 29-നാണ് അത് ലോഞ്ച് ചെയ്ത്. 2 ദിവസം മുന്നെയാണ് ആ ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. പിന്നീട് വരാൻ പോകുന്നൊരു ബാച്ചാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനുള്ള RPF ബാച്ച്. കേട്ടോ, SSCയിലേക്ക് വരുമ്പോൾ SSC CGL ഓഫീസേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ബാച്ചും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, അഫോർഡബിൾ ആണോ ഉള്ളത്. ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് എത്തിക്കുക, അതാണ് സൈലം വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. സൈലം SSC ആൻഡ് RRB എന്ന് പറയുന്ന വെർട്ടിക്കലും വ്യത്യാസമൊന്നുമില്ല. ALP ബാച്ച് നിങ്ങൾക്ക് വരുന്നത് വെറും 3999 ആണ്. RPF ബാച്ച് നിങ്ങൾക്ക് വരുന്നത് 2999 രൂപയ്ക്കാണ്. CGLന്റെ ഓഫീസേഴ്സ് ബാച്ച് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് 5999. കേട്ടോ, 5999 ആണ് നിങ്ങൾക്ക് ഈ ബാച്ച് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാണും, എങ്ങനെ ജോയിൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. അതിനായിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ നോട്ട് ചെയ്തോളുക. നമ്പർ നോട്ട് ചെയ്യുക: 9995100800. 9995100800. ക്ലിയർ ആണല്ലോ? ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ എല്ലാ തവണത്തെയും പോലെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം നോട്ട് ചെയ്തോളുക. ഒന്നാമത്തെ ചോദ്യം എഴുതുക: വിച്ച് ഈസ് ദ യങ്ങസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ യങ്ങസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും പുതിയ സംസ്ഥാനം ഏതാണ്? ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. അടുത്ത മാസം ആ സംസ്ഥാനത്തിന് 10 വയസ്സ് തികയും. അടുത്ത മാസം ആ സംസ്ഥാനത്തിന് 10 വയസ്സ് തികയും. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോട്ട് ചെയ്തോളുക: വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ബി ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്? ഭാഷാടിസ്ഥാനത്തിൽ, ലാംഗ്വേജ് സ്പെല്ലിംഗ് തെറ്റണ്ട, ഭാഷാടിസ്ഥാനത്തിൽ ഫോം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതിൻ്റെ പേരെന്താണ്? അതിനൊരു ക്ലൂ തരാം. കേരളം ഫോം ചെയ്യുന്നതിന് മുൻപാണ് അത് ഫോം ചെയ്തത്. ക്ലിയർ ആണല്ലോ? 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എനിക്ക് കിട്ടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? നമുക്ക് നേരെ ഇന്ത്യയുടെ ഫണ്ടമെന്റൽസിലേക്ക് പോകാം. ഫണ്ടമെന്റൽസിൽ ആദ്യം അറിയേണ്ടത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എന്നുള്ളതാണ്. നോട്ട് ചെയ്തോളുക. ദർ ആർ 28 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമാണുള്ളത്, കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. അത് ഏതൊക്കെയാണ്? നോട്ട് ചെയ്തോളുക. 1, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ഇവിടെ കാണുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. 2, ചണ്ഡീഗർ. ചണ്ഡീഗർ കേട്ടിട്ടുണ്ടല്ലോ. എന്താ ചണ്ഡീഗറിന്റെ പ്രത്യേകത? ഇവിടെയാണ് ചണ്ഡീഗർ. ചണ്ഡീഗറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള സാധനമാണ്. പഞ്ചാബിന് ഹരിയാനയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു കേസുള്ളൂ. ആ ക്യാപിറ്റലാണ് ഏത്? ചണ്ഡീഗർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മറക്കില്ലല്ലോ. മൂന്നാമത്തേത് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ദാദ്ര നഗർ ഹവേലി എന്ന് പറയുന്നതും ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്നതും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു. പിന്നീട് അത് 2നെയും യോജിപ്പിച്ച് ഒരൊറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കി. നമ്മുടെ ഗുജറാത്തിനോട് ചേർന്ന് ഈ ഭാഗത്താണ് നമുക്ക് ആ കേന്ദ്രഭരണ പ്രദേശത്തെ കാണാൻ കഴിയുന്നത്. 4ാമത്തേതിലേക്ക് പോകാം. ഡൽഹി. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഡൽഹി. കാരണം ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നാണ് അതിനർത്ഥം. കേട്ടോ, ഡൽഹി. 5, ജമ്മു ആൻഡ് കാശ്മീർ. 6, ലഡാക്ക്. രണ്ടും ഒരുമിച്ച് പറഞ്ഞതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, 2019 അന്നൊരു സംസ്ഥാനമായിരുന്ന ജമ്മു ആൻഡ് കാശ്മീരിനെ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. അതിലൊന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ, മറ്റേതാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലഡാക്ക് ഞാനൊരു പ്രത്യേക കളറിൽ കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ലഡാക്ക് ഈസ് ദ, നോട്ട് ചെയ്യുക, ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏരിയ അനുസരിച്ചുള്ള ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഈ ലഡാക്ക്. ക്ലിയർ ആണല്ലോ? ജമ്മു ആൻഡ് കാശ്മീർ ആണ് അടുത്തത്. അടുത്ത യൂണിയൻ ടെറിട്ടറിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ
ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ സ്വന്തം ലക്ഷദ്വീപ് അല്ലേ. ലക്ഷദ്വീപ് ഞാൻ മറ്റൊരു കളറിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. കാരണം എന്താണ്? ഒന്ന് ലാർജസ്റ്റ് ആകുമ്പോൾ അടുത്തത് ഏതാണ്? ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ഈസ് ലക്ഷദ്വീപ്. ലാർജസ്റ്റ് ലഡാക്ക് ആണെങ്കിൽ സ്മോളസ്റ്റ് ഏതാണ്? ലക്ഷദ്വീപാണ്. രണ്ടും ലായിൽ വെച്ച് തുടങ്ങുന്നു, ലഡാക്കിലും ലക്ഷദ്വീപിലും. അടുത്തതാണ് പോണ്ടിച്ചേരി. എട്ടാമത്തേതാണ് പോണ്ടിച്ചേരി. പുതുച്ചേരി, പോണ്ടിച്ചേരി നമുക്ക് മാറിപ്പോകാറുണ്ട്. ആ യൂണിയൻ ടെറിട്ടറിയുടെ പേര് പുതുച്ചേരി എന്നാണ്. അതിൽ പെടുന്ന ഒരു ഏരിയയാണ് പോണ്ടിച്ചേരി കേട്ടോ. അപ്പൊ യൂണിയൻ ടെറിട്ടറി പേരെന്താണ്? UT, യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി. അതിൽ പെടുന്ന തമിഴ്നാട്ടിൽ വരുന്ന ഒരു ഏരിയയാണ് പോണ്ടിച്ചേരി. അതേ യൂണിയൻ ടെറിട്ടറിക്ക് കേരളത്തിലും ആന്ധ്രാപ്രദേശിലും കുറച്ച് ടെറിട്ടറീസ് ഉണ്ട്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഹി ഉണ്ട്, നമ്മുടെ കണ്ണൂരിനോട് ചേർന്നുള്ള മാഹി ഉണ്ട്. ആന്ധ്രാപ്രദേശിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന യാനം, കരൈക്കൽ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറി 3 സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന ഒരു യുണീക്ക് പ്രതിഭാസമാണ് ഏത്? യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി. കേട്ടല്ലോ, പോണ്ടിച്ചേരി അതിൻ്റെ ഒരു ഭാഗമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫണ്ടമെന്റൽസ് ക്ലിയർ ആണല്ലോ. ചെറുപ്പത്തിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അക്ഷാംശവും രേഖാംശവും. ഒരക്ഷത്തിന് ചുറ്റുമുള്ള അക്ഷാംശം അല്ലെങ്കിൽ ആക്സിസിന് ചുറ്റുമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ലാറ്റിറ്റ്യൂഡ്. അക്ഷാംശത്തിന് ലാറ്റിറ്റ്യൂഡ് എന്നും രേഖാംശത്തിന് ലോഞ്ചിറ്റ്യൂഡ് എന്നും പറയും. അതായത് ഇക്വേറ്ററിന് ചുറ്റുമുള്ള ആ വരകളെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്നും, അല്ലെങ്കിൽ അതിന് നേരെ വെർട്ടിക്കലായിട്ട് കാണുന്ന ആ വരകളെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ബേസിക്സ് ക്ലിയർ ആണല്ലോ? ഇതിനെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിൽ കാണാം കേട്ടോ. മനസ്സിലാക്കേണ്ട കാര്യം, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ, ഈ ലൈനിനെ നമുക്ക് എന്ത് വിളിക്കാം? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. എർത്തിന്റെ ആ മധ്യഭാഗത്ത് കൂടെ കടന്നു പോകുന്ന സാധനത്തിന് എന്ത് വിളിക്കാം? ഇക്വേറ്റർ എന്ന് വിളിക്കാം. അതിനെ ഇക്വേറ്റർ എന്ന് വിളിച്ചാൽ ഇക്വേറ്ററിന് നോർത്തിലേക്കുള്ള ഭാഗത്തെ, ഈ ഭാഗത്തെ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കാം കേട്ടോ. ഇക്വേറ്ററിന് സൗത്തിലേക്കുള്ള ഭാഗത്തെ നമുക്ക് സദേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കാം. അപ്പോൾ ഈ മാപ്പിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കംപ്ലീറ്റ്ലി നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ദാറ്റ് ഈസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, എ വെരി സിമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എന്താണ്? ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ക്ലിയർ ആണല്ലോ? ഇതിന് നോർത്തിലേക്കാണ്. ഇതേപോലെ തന്നെ നമ്മൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് എടുക്കുകയാണ്. ലാറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ പഠിച്ചു. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ കാണുന്നത് പ്രൈം മെറിഡിയൻ. എന്താണ്? പ്രൈം മെറിഡിയൻ. അതിന് ഈസ്റ്റിലേക്കുള്ള ഭാഗത്തിനെ നമുക്ക് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കാം. അതിന് വെസ്റ്റിലേക്കുള്ള ഭാഗത്തിനെ നമുക്ക് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കാം. അപ്പോഴും നിങ്ങൾ ഇന്ത്യയെ സൂക്ഷിച്ചു നോക്കുക. സൂക്ഷിച്ചു നോക്കുക. എന്താണ്? ഇന്ത്യ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. സോ ഇന്ത്യ കംപ്ലീറ്റ്ലി ലൈസ് ഇൻ either the northern hemisphere അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. എന്തിനെ വിത്ത് റെസ്പെക്റ്റ് ആണ് പറയുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ കിടക്കുന്ന ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചിരിക്കുക, നോട്ട് ചെയ്തോളുക. ഇന്ത്യയുടെ മെയിൻ ലാൻഡ്, അതായത് ഈ നമ്മൾ പറയുന്ന ആൻഡമാൻ നിക്കോബാർ അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് മാറി മാറി കിടക്കുന്ന സാധനങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മെയിൻ ലാൻഡ് ലൈസ് ബിറ്റ്വീൻ 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത്. അതായത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത്. അതായത് അത്രയുമാണ് അതിൻ്റെ വ്യത്യാസം. കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ രാജ്യമാണെങ്കിൽ ഈ പോകുന്ന ലാറ്റിറ്റ്യൂഡാണ് 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് എന്ന് പറയുന്നത്. 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് എന്ന് പറയുന്നത്. അവിടെ നിന്നും പല ലാറ്റിറ്റ്യൂഡുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഏറ്റവും മുകളിലുള്ള ലാറ്റിറ്റ്യൂഡ്, ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റുള്ള ലാറ്റിറ്റ്യൂഡാണ് 37 ഡിഗ്രി 6 മിനിറ്റ്സ് നോർത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനിടയിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ലെങ്ത് കിടക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ വിഡ്ത്ത് നോക്കണ്ടേ? നമ്മൾ പറഞ്ഞു ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണെന്ന്. 68 ഡിഗ്രി 7 മിനിറ്റ്സ് ഈസ്റ്റ്, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു വിഡ്ത്ത് കിടക്കുന്നത്. നോക്കാം, ഇങ്ങ് ഗുജറാത്തില് ഈ സ്ഥലം മുതൽ 68 ഡിഗ്രി മുതൽ ഇവിടെ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ ഈ നോർത്ത് ടു സൗത്ത് ഈസ്റ്റ് ടു വെസ്റ്റ് എന്നുള്ള സാധനം സ്ഥിരം നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇന്ത്യ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും ഇടയിലാണ് കിടക്കുന്നതെന്ന്. അത് മറക്കില്ലല്ലോ. ഇനി അടുത്തത്, നമ്മളിപ്പോൾ ലാറ്റിറ്റ്യൂഡ് പഠിച്ചല്ലേ, ഈ ലാറ്റിറ്റ്യൂഡിന്റെ എക്സ്ട്രീം പോയിന്റ്സ് നമ്മളോട് ചോദിക്കും. ഏറ്റവും നോർത്തിൽ കാണുന്ന പോയിന്റ്, ഏറ്റവും സൗത്തിൽ കാണുന്ന പോയിന്റ്, ഏറ്റവും ഈസ്റ്റിലെ ഏറ്റവും വെസ്റ്റിൽ കാണുന്ന പോയിന്റ്, അത് നമുക്ക് അറിഞ്ഞിരിക്കാം. നോട്ട് ചെയ്തോളുക. നോർത്തേൺ മോസ്റ്റ് പോയിന്റ്
ഏറ്റവും വടക്കിൽ കാണുന്ന പോയിന്റ് ഏതാണ്? ഇന്ദിരാ കോൾ. മാർക്ക് ചെയ്യുക, ഇന്ദിരാ കോൾ. ഇന്ദിരാ കോൾ എന്നൊരു പക്ഷേ ഓപ്ഷനിൽ തരാം, അല്ലെങ്കിൽ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന ഓപ്ഷനിൽ തരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയുടെ കൺട്രോളിലിരിക്കുന്ന പാകിസ്ഥാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്ലേഷ്യറാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. ഇന്നത്തെ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ വരുന്നത്. സോ ദ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് എന്നുള്ളത് സ്ഥിരം ചോദിക്കും. ചില കേസിൽ അവർ ഇന്ദിരാ കോൾ എന്ന് തരാറുണ്ട്, ചില കേസിൽ അവർ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്ന് തരാറുണ്ട്. രണ്ട് തന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ് ഉത്തരം കേട്ടോ. സദേൺ മോസ്റ്റ് പോയിന്റിലേക്ക് വന്നാലോ? നോർത്തേൺ മോസ്റ്റ് ഇന്ദിരയാണ്, സദേൺ മോസ്റ്റ് ഇന്ദിര തന്നെയാണ്. നോർത്തേൺ മോസ്റ്റ് ഇന്ദിരാ കോൾ ആണെങ്കിൽ സദേൺ മോസ്റ്റ് ഇന്ദിരാ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ ഇന്ദിരാ പോയിന്റ് ഉള്ളത്. ഇന്ദിരാ പോയിന്റ് അതേതാണ് ആ ഭാഗം? ആ ഭാഗമാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഒരു പ്രധാനപ്പെട്ട ഐലൻഡാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. ആ ഐലൻഡിലാണ് സദേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഇന്ദിരാ പോയിന്റ് കാണുന്നത്. ഇതിന്റെ മറ്റുള്ള പേരുകൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇന്ദിരാ പോയിന്റ് എന്നായിരിക്കില്ല തരുന്നത്. ചിലപ്പോൾ അവരെന്ത് തരും? പിഗ്മാലിയൻ പോയിന്റ് എന്ന് വരും. എന്താണ്? പിഗ്മാലിയൻ പോയിന്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെങ്ങനെ വരും? അവർ പാർസൺസ് പോയിന്റ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാർസൺസ് പോയിന്റ്. പല കാരണങ്ങൾ കൊണ്ടാണ് അതിന് അങ്ങനെയുള്ള പേരിട്ടിട്ടുള്ളത്. പല വ്യക്തികളുടെ പേരിലാണ് പേരിട്ടിട്ടുള്ളത്. ആ വ്യക്തികളൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഈ മൂന്നും ഒന്ന് തന്നെയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. മൂന്നാമത്തേലേക്ക് പോകാം. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്, ഏറ്റവും കിഴക്ക് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നതൊക്കെ എവിടെയാണെന്ന് നിങ്ങൾ ചെറുപ്പത്തിൽ ഈ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. അരുണാചൽ പ്രദേശാണ് ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അല്ലേ? അരുണാചൽ പ്രദേശിലെ കിബിത്തു എന്ന് പറയുന്ന സ്ഥലം, കിബിത്തു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എവിടെയാണ്? വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്ത് ആണ് അല്ലേ? ഗുജറാത്താണ്. ഗുജറാത്തിലെ ഗുഹാർമോട്ടി, ഗു എന്ന് ഓർത്തിരിക്കാം. ഗുഹാർമോട്ടി ഇൻ ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. ഗുജറാത്തിലെ കച്ച് ഭാഗമുണ്ട്. കച്ച് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഉപ്പ് തടാകങ്ങളൊക്കെ ഫേമസ് ആണ്. ആ കച്ച് ഭാഗത്തുള്ള ഒരു ഏരിയ ആണിത് ഗുഹാർമോട്ടി. അപ്പൊ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആയിരിക്കണം കേട്ടോ. ജോഗ്രഫിയുടെ ഫണ്ടമെന്റൽസ് ആണ്. അടുത്തൊരു ചോദ്യം, ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയ എത്രയാണെന്ന് ഉത്തരം എഴുതിക്കൊള്ളുക. 3.28 million square kilometer. India's total area is 32,87,263 സ്ക്വയർ കിലോമീറ്റർ. അല്ലെങ്കിൽ ഒന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3.27 അല്ലെങ്കിൽ 28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. 27 അല്ല, 3.287 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു രാജ്യമാണ്. ഈ ലോകത്തുള്ള ലാൻഡ് മാസിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ടെറിട്ടറി? ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ 2.42% ഓഫ് വേൾഡ്സ് ടോട്ടൽ ഏരിയ. ഇന്ന് ചൈനയും ഓവർടേക്ക് ചെയ്ത് ലോകത്തെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏരിയയുടെ വളരെ ചെറിയ 2.42% മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാകുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട്. ഇത്രയും വലിയ പോപ്പുലേഷൻ അക്കോമഡേറ്റ് ചെയ്യാൻ ഇത്രയും ചെറിയ ഏരിയ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പോപ്പുലേഷൻ കൺട്രോൾ എന്നുള്ള മെഷറിന്റെ ഏറ്റവും വലിയ ആവശ്യം. സ്ഥലമില്ല. ഇൻ ടേംസ് ഓഫ് ഏരിയ, ഇന്ത്യ ഈസ് ദ 7th largest country in the world. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ 6ലും 7ലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും അങ്ങനെയല്ല എന്നുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളും ഒരുപാടുണ്ട്. ലോകത്തെ എത്രാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ? ഏരിയ വൈസ് 7th largest. ഇന്ത്യക്ക് മുമ്പുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യക്ക് മുമ്പുള്ള രാജ്യങ്ങൾ ഞാൻ പറയാം. ഇന്ത്യക്ക് മുമ്പുള്ളത് എഴുതിക്കൊള്ളുക. റഷ്യ, അടുത്തത് കാനഡ, അടുത്തത് എഴുതിക്കൊള്ളുക ചൈന, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ ബ്രസീൽ, പിന്നെ ഓസ്ട്രേലിയ. ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്തിരിക്കാം കേട്ടോ. ഒരു കോഡിലൂടെ ഓർത്തിരിക്കാം. എന്താണ് കോഡ്? റഷ്യ, കാനഡ, ചൈന, US, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നുള്ളതിന്റെ കോഡാണ് എഴുതിക്കൊള്ളുക. റസ്കും കാനഡ അല്ലേ? കട്ടൻ ചായയും. റസ്കും കട്ടൻ ചായയും. കട്ടൻ ചായയും. കാനഡ, കട്ടൻ ചൈന, റസ്ക് റഷ്യ. റസ്കും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നല്ല മഴയത്ത് നല്ല റസ്കും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്. അത് കഴിക്കുമ്പോൾ യൂണിവേഴ്സ് പറയും. USA. യൂണിവേഴ്സ് എന്ത് പറയും? ബഹുത്ത് അച്ച. ബി ഫോർ ബ്രസീൽ, അച്ച, A ഫോർ ഓസ്ട്രേലിയ.
അപ്പോൾ നമുക്ക് നമ്മുടെ ഹിന്ദി ക്രൗഡിനെയും സാറ്റിസ്ഫൈ ചെയ്യാം. കുറച്ച് ഹിന്ദി കിടക്കട്ടെ കേട്ടോ. റസ്കും കട്ടൻ ചായയും നമുക്കറിയാം നല്ല കോമ്പിനേഷൻ ആണെന്ന്. അത് കഴിച്ചാൽ യൂണിവേഴ്സ് പറയും എന്ത്, ബഹുത്ത് അച്ഛ. ഇനി ആ ഓർഡർ മറക്കരുത്. ഏറ്റവും വലിയ രാജ്യം റഷ്യ, പിന്നീട് കാനഡ, ചൈന, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ബ്രസീൽ, അതിനുശേഷം ഓസ്ട്രേലിയ, അതിനുശേഷമാണ് ഇന്ത്യ വരുന്നത് കേട്ടോ. മറക്കല്ലേ. അടുത്തൊരു പോയിന്റ്, നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ എന്ന് പറയും. അങ്ങനെ സൗത്ത് മുതൽ നോർത്ത് വരെ എത്ര കിലോമീറ്റർ നിങ്ങൾക്ക് പോകണമെന്നറിയോ? മൈലേജ് കാൽക്കുലേറ്റ് ചെയ്തോളുക, വണ്ടിയുടെ കണ്ടീഷൻ ശരിയാണെന്ന് നോക്കുക. നിങ്ങൾ 3214 കിലോമീറ്റർ യാത്ര ചെയ്യണം. 3214, നമ്മൾ 1 2 3 4 എന്ന് പറയില്ലേ, അത് അങ്ങോട്ട് കൂടി മാറ്റിയിട്ടൊരു കോംബോയാണ്. 3 2 1, പിന്നെ 0 വരണ്ട, അതിന് പകരം 4 വന്നു. 3214 കേട്ടോ. അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി. 3214. ഇനി ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുമ്പോൾ സൗത്ത് മുതൽ നോർത്ത് വരെ പോകണ്ട, നമുക്ക് വേണമെങ്കിൽ വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ ട്രിപ്പ് അടിക്കാം. നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നോർത്ത് മുതൽ സൗത്ത് വരെ ഭയങ്കര വലുതും വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ ചെറുതാണെന്ന്. അത് നമുക്ക് ഇന്ത്യയുടെ മാപ്പിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ 2933 കിലോമീറ്റേഴ്സ് ആണുള്ളത്. 2933, 3 × 3 9, മനസ്സിലായോ? 3 × 3 9, അപ്പം 933 എന്നുള്ളത് നമുക്ക് മനസ്സിലേക്ക് വരും. 2933. നോർത്ത് മുതൽ സൗത്ത് വരെ 3214. ഒരു SSC CGL പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? ഈ നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ദൂരവും വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെയുള്ള ദൂരവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ 3214 2933 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. എത്രയുണ്ട്? 281 കിലോമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ? 281 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ നോർത്തും പഠിച്ചു വയ്ക്കും, സൗത്തും പഠിച്ചു വയ്ക്കും. അതിൻ്റെ ഡിഫറൻസ് അവർ ചോദിച്ചാൽ ജസ്റ്റ് കൂട്ടിയും കുറച്ച് എഴുതിയാൽ പോരെ. അത്ര എളുപ്പമല്ലേ ഈ പരീക്ഷ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നത് ത്രൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും അല്ല. ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. നല്ല സ്ട്രക്ചേർഡായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, എല്ലാം കൂടി വാരി വലിച്ചിട്ട് പഠിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ ഇതേ കണ്ടന്റ് ആണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടില്ലേ? ഇല്ലേ? അടുത്തത് ഇന്ത്യയുടെ ഏരിയ പറ്റിയാണ്. ഇന്ത്യ ഹാസ് എ ലാൻഡ് ബൗണ്ടറി ഓഫ് അറൌണ്ട് 15,200 കിലോമീറ്റർ. അതായത് ഇന്ത്യ എന്ന് പറയുന്നത്, ഈ മാപ്പ് നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വരും അല്ലേ? അത്രയും ദൂരം എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ ആണ്. 15,200 കിലോമീറ്റർ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ കോസ്റ്റ് ലൈൻ ഓഫ് ദ മെയിൻ ലാൻഡ് ഇൻക്ലൂഡിങ് ആൻഡമാൻ, നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ്. അപ്പോൾ നമ്മൾ ലാൻഡ് ബൗണ്ടറി പറഞ്ഞു. കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 7,516.6 കിലോമീറ്റർ ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഈ വാല്യൂസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ എന്തോ ഓർത്തിരിക്കണം, എത്രയാണോ നമ്മുടെ ലാൻഡ് ബൗണ്ടറി അതിൻ്റെ ഏകദേശം പകുതിയാണ് നമ്മുടെ ഈ കോസ്റ്റ് ലൈൻ വരുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ഈ ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗത്തിൻ്റെ ഇങ്ങനെ പോയി വരുമ്പോൾ ഒരുപാട് ഭാഗമുണ്ട്, അതിൻ്റെ ഹാഫാണ്. ഒന്ന് 15,200 ആണെങ്കിൽ, ലാൻഡ് ബൗണ്ടറി 15,200 ആണെങ്കിൽ, കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 7,516.6 കിലോമീറ്റർ. അങ്ങനെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉള്ളത്. അല്ലാതെ 7,517 പോലും അല്ല. ആ പ്രോപ്പർ വാല്യൂ അവർ ചോദിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ഈ രാജ്യം നോക്കുക. നമ്മൾ ഇപ്പോൾ കോസ്റ്റ് ലൈൻ പറഞ്ഞു, നമ്മൾ ലാൻഡ് ബൗണ്ടറി പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് നദികളുണ്ട്, ഒരുപാട് കനാലുകളുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് വാട്ടർ വേസ് ഉണ്ട്, അതിലൂടെ നമുക്ക് ഗതാഗതം പോസിബിൾ ആണ്. അങ്ങനെയുള്ള ഇൻലാൻഡ് വാട്ടർ വേസിൻ്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അറൌണ്ട് 14,500 കിലോമീറ്റർ. 14,500 കിലോമീറ്റർ ഓഫ് നാവിഗബിൾ വാട്ടർ വേസ്. മനസ്സിലായോ? നമുക്ക് ഗതാഗതം നടത്താൻ കഴിയും. സോ ഇന്ത്യയുടെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു വലിയൊരു പൊട്ടൻഷ്യലാണ് ഈ ഇൻലാൻഡ് വാട്ടർ വേസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാഷണൽ വാട്ടർ വേസ് 1 2 3 എന്നൊക്കെ നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. സോ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയാത്തൊരു സാധനമാണ് ഈ പറയുന്ന ഇൻലാൻഡ് വാട്ടർ വേസ് എന്നുള്ളത്. കേട്ടോ? ക്ലിയർ ആണല്ലോ? അടുത്തത് ഇന്ത്യയുടെ കോസ്റ്റൽ സ്റ്റേറ്റുകളെ പറ്റി നമുക്ക് പഠിക്കാം. കോസ്റ്റൽ സ്റ്റേറ്റുകൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ആലോചിക്കുക, ഇന്ത്യയുടെ മാപ്പ് മനസ്സിലാലോചിക്കുക. ഒരു സൈഡ് ഗുജറാത്തിൽ ഇങ്ങനെ തുടങ്ങി താഴേക്ക് ഒന്ന് കേരളം എത്തി, തമിഴ്നാട് മുകളിലേക്ക് വെസ്റ്റ് ബംഗാൾ വരെ. അപ്പോൾ ഇന്ത്യയിൽ എത്ര കോസ്റ്റൽ സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ ആ കോസ്റ്റൽ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഇന്ത്യയിൽ 9 കോസ്റ്റൽ സ്റ്റേറ്റുകളാണുള്ളത്. എത്ര? 9 കോസ്റ്റൽ സ്റ്റേറ്റുകളാണുള്ളത്. ഗുജറാത്തിൽ തുടങ്ങി, തൊട്ട് താഴെ ഏതാണ്? ഗുജറാത്തിന് താഴെ മഹാരാഷ്ട്ര, പിന്നെ താഴെ കർണാടക. ഈ രണ്ടിനിടയിൽ സാൻഡ്വിച്ചായി കിടക്കുന്ന നമ്മളെല്ലാവരും പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്
ഗോവ. കർണാടക താഴെ കേരള, കേരളത്തിനോട് ചേർന്ന് തമിഴ്നാട്, തമിഴ്നാടിന് മുകളിൽ ആന്ധ്രാപ്രദേശ്, അതിന് മുകളിൽ ഒഡീഷ, അതിന് മുകളിൽ വെസ്റ്റ് ബംഗാൾ. അങ്ങനെ 9 കോസ്റ്റൽ സ്റ്റേറ്റുകളാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്. വ്യത്യസ്തമായ കളറിൽ തന്നിട്ടുള്ള 2 സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ഗുജറാത്ത്. 1600 കിലോമീറ്റർ കോസ്റ്റൽ ലൈനുള്ള ഗുജറാത്ത് ആണ് എന്ത്? സ്റ്റേറ്റ് വിത്ത് ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ. ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും വലിയ തീരപ്രദേശമുള്ളത്? ഉത്തരം ഗുജറാത്ത്. ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും ചെറുതുള്ളത്? ഗോവ. 100 കിലോമീറ്റർ, 100 കിലോമീറ്റർ ആണ് ഗോവയുടെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലുതും ഗുജറാത്ത്, ഏറ്റവും ചെറുതും ഗോവ. രണ്ടും ജിയിലാണ് കേട്ടോ, രണ്ടും ജിയിലാണ്. ഇനി നിങ്ങളോട് യൂണിയൻ ടെറിട്ടറി ആണ് ചോദിക്കുന്നതെങ്കിൽ, ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉള്ള യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അങ്ങ് മാറിക്കിടക്കുന്ന നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഗുജറാത്തിന് 1600 കിലോമീറ്റർ ആണെങ്കിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന് 1912 കിലോമീറ്റർ ആണ് കോസ്റ്റ് ലൈൻ ഉള്ളത്. ക്ലിയർ ആണല്ലോ? സ്റ്റേറ്റ് ആണെങ്കിൽ ഗുജറാത്തും, യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ആൻഡമാൻ നിക്കോബാറും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ IST 9:30, IST 8:30 കളി. എന്താണ് IST? IST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇത്ര വലിയ രാജ്യമായിരുന്നിട്ടോടുകൂടി ഗുജറാത്തിലോ അരുണാചൽ പ്രദേശിലോ കേരളത്തിലോ ജമ്മു കാശ്മീരോ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു സമയമാണുള്ളത്. നിങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തും നിങ്ങൾ ടൂർ പോയിട്ടുണ്ടാവും, അപ്പോഴൊന്നും നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇന്ത്യയിൽ പല ടൈം സോണുകളില്ല, ഒരൊറ്റ സമയം. ആ സമയമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഭാവിയിൽ അത് പക്ഷെ മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മാറുമ്പോൾ നമുക്ക് വീണ്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. IST ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്, അതായത് ഒരു ലോഞ്ചിറ്റ്യൂഡിനെ വെച്ചാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താ, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിൽ നമ്മൾ 67 സംതിങ് എന്ന് നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡ്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റിൽ നമ്മൾ 97 സംതിങ്, വെസ്റ്റിൽ 68ഉം ഈസ്റ്റിൽ 97 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടിനും ഏകദേശം മധ്യത്തിൽ വരുന്ന ഒരു ലാറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്തു. 82.5 ഡിഗ്രി ഈസ്റ്റ്, 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ വരുന്നത് എന്നുള്ളത്. രണ്ടിനും 68നും 97നും മധ്യേ കിടക്കുന്നത് ഏകദേശം കാൽക്കുലേറ്റ് വരുമ്പോൾ 82, 83 വരും. അങ്ങനെ 82.5 നിങ്ങൾ എടുക്കുക. ആ 82.5 പാസ് ചെയ്യുന്ന സ്ഥലമാണ് മിർസാപൂർ. അങ്ങനെ ഒരു വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ? മിർസാപൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. സോ ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെ കടന്നു പോകുന്ന അവിടുത്തെ ഒരു ക്ലോക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദാ ഈ പോകുന്ന നമ്മുടെ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനാണ് നമ്മൾ 82.5 എന്ന്, അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിക്കും. അപ്പോൾ വീണ്ടും കണ്ണടക്കുക. മിർസാപൂർ എവിടെയാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തൊട്ട് താഴെ ഏതാണ്? മധ്യപ്രദേശ്. തൊട്ട് താഴെ മധ്യപ്രദേശ്. ഈ മധ്യപ്രദേശിൽ നിന്നും ഫോം ചെയ്തൊരു സംസ്ഥാനമാണ് ഏത്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ താഴെ ഒഡീഷ. ഒറീസയല്ല, ഒഡീഷ. പേര് മാറിയല്ലേ? അടുത്തതാണ് ഏത്? ആന്ധ്രാപ്രദേശ് താഴെ. അതിന് താഴെ കടലാണ്. അതുകൊണ്ട് തമിഴ്നാട് കേരളത്തിലേക്കൂടെ ഒന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഇങ്ങനെ താഴേക്ക് ഛത്തീസ്ഗഡ്, താഴെ ഒഡീഷ, താഴെ ഏതാണ്? ആന്ധ്രാപ്രദേശ്. അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം കേട്ടോ. നിങ്ങൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? GMT എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് ലൈൻ, അതായത് 0 ലോഞ്ചിറ്റ്യൂഡിൽ കൂടെ പോകുന്ന, ഏത്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലൂടെ കടന്നു പോകുന്ന ലൈനാണ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ച് എന്ന് പറയുന്നത് ലണ്ടനിലുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ആ ഒരു GMTയുടെ പുതിയൊരു പേരാണ്, ഇപ്പോൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പേരാണ് UTC, കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം. അതല്ലാതെ യൂണിവേഴ്സൽ കോർഡിനേറ്റഡ് ടൈം എന്നോ അല്ലെങ്കിൽ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം എന്നോ അങ്ങനെ പല രീതിയിൽ വിളിക്കാം. UTC + 530 എന്നാണ് നിങ്ങൾ കാണാറുള്ളത്, അല്ലെങ്കിൽ GMT + 530 എന്നാണ് നിങ്ങൾ കാണാറുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നിന്നും ഇത്രയും ദൂരം മാറി കിടക്കുന്നതുകൊണ്ട് എത്ര മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാവും? 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാവും. എങ്ങോട്ട്? ഈ പറയുന്ന 82.5ലേക്ക്. ആ 82.5 ആണ് നമ്മൾ മീൻ ടൈം ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് +530 നമുക്ക് വരുന്നത്. പ്രീമിയർ ലീഗ് കാണുന്നവർക്ക് അല്ലെങ്കിൽ ലാ ലീഗ് കാണുന്നവർക്ക് അറിയാം, അവരുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്തിന് കളി വെക്കുമ്പോൾ പ്ലസ് ഇത്ര ദൂരം മാറിയിട്ടാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. പ്രീമിയർ ലീഗ് കാണുന്നവർക്ക് കറക്റ്റ് അറിയാം. ലണ്ടൻ ഡെർബിയൊക്കെ വരുമ്പോൾ അവരുടെ സമയത്തിലാണോ +530 നമുക്ക് വരുന്നത്. കാരണം എന്താണ്? ഈ വ്യത്യാസമാണ് അതിന് കാരണം. മറക്കില്ലല്ലോ. എന്താ കാരണം എന്ന് മറക്കില്ലല്ലോ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ? ഇക്വേറ്റർ എന്നൊരു ലൈൻ ഞാൻ പറഞ്ഞു അല്ലേ? ഇക്വേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്.
അതിൽ നിന്ന് നോർത്തിലേക്കും പോകാം സൗത്തിലേക്കും പോകാമെന്ന് പറഞ്ഞു. നോർത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ലൈനാണ് ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സൗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ലൈനാണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ഈ രണ്ട് ലൈൻ എടുക്കാൻ കാരണം സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് നമുക്ക് ജോഗ്രഫി ക്ലാസ്സിൽ ഇത് കാണാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേറ്ററിൽ നിന്നും ഏകദേശം 23.5 ഡിഗ്രി നോർത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കാണാൻ കഴിയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അത്ര ദൂരം തന്നെ താഴത്തേക്ക് വരുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും കാണാൻ കഴിയും. 23.5 അതായത് 23 ഡിഗ്രി 30 മിനിറ്റ്സ് എക്സാക്ട്ലി പറഞ്ഞാൽ 23 ഡിഗ്രി 27 മിനിറ്റ്സ് നോർത്തിലുള്ളതാണ് ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ ഇന്ത്യ നമ്മൾ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതിനകത്തും ഇക്വേറ്റർ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നില്ല. ഇതാ ഇക്വേറ്റർ ഈ ഭാഗത്ത് വരും. ഇവിടെയാണ് ഇന്ത്യ തുടങ്ങുന്നത്. ക്ലിയർ അല്ലേ? 8 ഡിഗ്രി മുതലാണ് ഇന്ത്യ തുടങ്ങുന്നത്. ഇക്വേറ്ററിൽ നിന്നും 8 ഡിഗ്രി മാറിയിട്ടാണ് ഇന്ത്യ തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ് ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ ഓർത്തിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ണടച്ച് ആലോചിക്കാം. വെസ്റ്റിൽ ഗുജറാത്തിൽ തുടങ്ങി 1, 2 രാജസ്ഥാൻ, 3 മധ്യപ്രദേശ്, 4 ഛത്തീസ്ഗഡ്, 5 ജാർഖണ്ഡ്, 6 വെസ്റ്റ് ബംഗാൾ, 7 ത്രിപുര, 8 മിസോറാം. അങ്ങനെ നോർത്ത് ഈസ്റ്റിലെ 2 സ്റ്റേറ്റ്. അങ്ങനെ ആ ഒരു മാപ്പ് അറിയാവുന്നവർക്ക് ആ രീതിയിൽ ഓർത്തിരിക്കാം. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു കോഡ് പറയാം. കോഡ് എഴുതിക്കൊള്ളുക. രാജീവ് ഗാന്ധി ഇത് ഞാൻ സൃഷ്ടിച്ചെടുത്ത കോഡല്ല കേട്ടോ. കോമൺ ആയിട്ട് പല സ്ഥലങ്ങളും ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. അത്യാവശ്യം കൺവീനിയൻ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങ് എടുക്കുകയാണ്. കടം കൊള്ളുകയാണ്, ആശയം ഉൾക്കൊള്ളുകയാണ്, കോപ്പി അടിക്കുകയല്ല. രാജീവ് ഗാന്ധി മെയ്ഡ് ചീഫ് ജസ്റ്റിസ് ടു വെയിറ്റ് for the meeting. രാജീവ് ഗാന്ധി made chief justice to wait for the meeting. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാം എന്താണ് കോഡെന്ന്. കാരണം ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കോഡ് കിട്ടില്ലല്ലോ. രാജീവ് ഗാന്ധി രാജസ്ഥാൻ, ഗാന്ധി ഗുജറാത്ത്. അടുത്ത സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു ഇതാ ഇങ്ങനെ ഓർഡറിൽ പോവുകയാണ്. ഗുജറാത്ത് കഴിഞ്ഞു, രാജസ്ഥാൻ കഴിഞ്ഞു, മധ്യഭാഗത്ത് കിടക്കുന്ന മധ്യപ്രദേശ് മെയ്ഡ് മധ്യപ്രദേശിനോട് ചേർന്ന് ഛത്തീസ്ഗഡ് ചീഫ് ജസ്റ്റിസ്, ജാർഖണ്ഡ് ജസ്റ്റിസ് ടു വെയിറ്റ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ വെച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വെസ്റ്റ് ബംഗാളിലേക്ക് ആയിരിക്കും. അതിനുശേഷം മുന്നോട്ട് പോയി ത്രിപുര, മിസോറാം. ക്ലിയർ ആണല്ലോ? കോഡ് ക്ലിയർ ആണല്ലോ? രാജീവ് ഗാന്ധി മെയ്ഡ് ദ ചീഫ് ജസ്റ്റിസ് ടു വെയിറ്റ് ഫോർ ദ മീറ്റിംഗ്. കേട്ടോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ എത്ര സ്റ്റേറ്റുകൾ ഉണ്ട് കടന്നു പോകുന്നത്? 8. അത് ഏതൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നമുക്ക് ഇന്നത്തെ അവസാനത്തെ കണ്ടന്റിലേക്ക് വരാം. ഇന്ത്യയുടെ ഫണ്ടമെന്റൽസിന്റെ അവസാനത്തെ കണ്ടന്റാണ് ഇന്ത്യയെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറഞ്ഞിട്ടുള്ള അതേ ഡേറ്റ വേണം നമ്മളെടുത്ത് പഠിക്കാൻ. അല്ലാതെ നമ്മുടെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് വെച്ചപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജമ്മു കാശ്മീരിൻ്റെ നല്ലൊരു ഭാഗവും നമുക്കറിയാം. ഈ നല്ലൊരു ഭാഗവും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കയ്യിലാണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നമ്മൾ ഇതിനെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടില്ല. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഡേറ്റ എന്താണോ ആ ഡേറ്റ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ഗവൺമെൻറ് പറയുന്ന ഡേറ്റ പ്രകാരം ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളുമായിട്ട് ബോർഡർ ഉണ്ട്? തുടങ്ങിക്കൊള്ളുക. നമ്മുടെ ഒരമ്മ പെറ്റ മക്കളാണ്, എന്നാൽ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയില്ല. സ്വത്ത് തർക്കമാണല്ലേ. സ്വത്താണ് ജമ്മു കാശ്മീർ, മക്കളാണ് ആരൊക്കെ? ഇന്ത്യയും പാകിസ്ഥാനും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ അയൽരാജ്യം പാകിസ്ഥാൻ. 2 അഫ്ഗാനിസ്ഥാൻ. വെരി ഇമ്പോർട്ടൻറ്റ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒഫീഷ്യലി നമുക്ക് ബോർഡർ ഉണ്ട്. 3 നേപ്പാൾ. ഇന്ത്യയിൽ ഇന്ത്യക്കാരെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് നേപ്പാളികളെ കാണാൻ കഴിയില്ലേ. അടുത്തത് ഭൂട്ടാൻ, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. 5 നമ്മുടെ ഏറ്റവും വലിയൊരു നെയ്ബറാണ്. ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമ്മളോട് ബോർഡർ ഷെയർ ചെയ്യുന്നത് വെച്ചിട്ടല്ല, ആ രാജ്യത്തിൻ്റെ വലുപ്പം വെച്ചിട്ട്. അവിടെ നിന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ നമ്മളിലേക്ക് പ്രധാനമായിട്ടും എത്തിയത്. ഇന്നും ഒരു ചങ്കില ചൈന എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മളല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവർ വിളിക്കുന്ന ചങ്കില ചൈന. 5. 6 ബംഗ്ലാദേശ്. പാകിസ്ഥാൻ വീണ്ടും വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടായി. 7 മ്യാൻമർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ത്യക്ക് ഇത്രയും രാജ്യങ്ങളായിട്ടാണ് ബോർഡർ ഉള്ളത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ശ്രീലങ്കയുമായിട്ട് ഇന്ത്യക്ക് ലാൻഡ് ബോർഡർ ഇല്ല, മാരിടൈം ബൗണ്ടറി ആണുള്ളത്. ലാൻഡ് ബോർഡർ ഇല്ല. ഇതുപോലെ തന്നെയാണ് മാൽദീവ്സ്. ഇപ്പോൾ ഇന്ത്യ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന
മുയ്സുവിൻ്റെ മാൽദീവ്സ്. ആ മാൽദീവ്സുമായിട്ട് നമുക്ക് മാരിടൈം ബൗണ്ടറി ആണുള്ളത്, ലാൻഡ് ബൗണ്ടറി ഇല്ല. ഇതിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് രാജ്യമായിട്ടാണ് ഏറ്റവും വലിയ ബോർഡർ ഉള്ളതെന്ന്. നമ്മളെല്ലാവരും ചൈന എന്ന് പറയും, കാരണം ചൈന വലുതാണ്, ഇന്ത്യ വലുതാണ്, അവർക്ക് ബോർഡർ ഉണ്ട് ഏറ്റവും വലുത്. പക്ഷെ തെറ്റാണ് തെറ്റാണ് തെറ്റാണ്. ഉത്തരം ബംഗ്ലാദേശാണ്. ഉത്തരം ബംഗ്ലാദേശാണ്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയത് ആ ബംഗ്ലാദേശിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗവും ആ ബംഗാൾ ഉൾക്കടൽ കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൂടെയാണ്. അപ്പോൾ ആ ഒരു ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ലൈൻ നിവർത്തി പിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് കംസ് അറൌണ്ട് 4096 കിലോമീറ്റേഴ്സ്. 4096 കിലോമീറ്റർ ദൂരമുണ്ട്, ദൈർഘ്യമുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിന്. കേട്ടോ, അത്രയും വലുതാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോർഡറാണ്. ഏറ്റവും ചെറുത് ഒഫീഷ്യലി അഫ്ഗാനിസ്ഥാനാണ്. ഏത് രാജ്യമാണ്? അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്റർ ഈ ഭാഗത്ത് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ട്. 106 കിലോമീറ്റർ ഈ ഭാഗത്ത് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്പേഴ്സ് പറഞ്ഞു എന്ന് എനിക്കറിയാം. എവിടെയൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കോഡ് പറഞ്ഞു തരാൻ കഴിഞ്ഞു അവിടെയൊക്കെ ഞാൻ കോഡ് പറഞ്ഞ് തന്നിട്ടുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതാണ് ഫണ്ടമെന്റൽസ്. ഈ ഒരു അരമണിക്കൂറിൽ താഴെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നേരെ പോയി SSC RRB പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്ത് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 20 ചോദ്യമെങ്കിലും ഈ ഭാഗത്തു നിന്ന് കിട്ടും. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ വിളിക്കാം. അങ്ങനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കണ്ടതാണ്. അപ്പോൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ POQ സോൾവ് ചെയ്യുക, ഒരു സ്ട്രാറ്റജിയോടെ പഠിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.